ആർക്കും ഇവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ. കൊള്ളാം. നീ എന്തെടുക്കാൻ വന്നതായാലും ശരി ഡ്രാഗോ, നിനക്കത് കിട്ടാൻ പോകുന്നില്ല. തീർച്ചയായും എനിക്ക് കിട്ടും 8 ചീഭൂതങ്ങളെ. കണ്ടെയ്ൻമെന്റ് യൂണിറ്റ് ആണ് കേട്ടോ അങ്കിൾ. ആദ്യം ഞാൻ കരുതി സെക്ഷൻ 13 ആക്രമിക്കാമെന്ന്, പിന്നെ കരുതി അത് വേണ്ടെന്ന്. കണ്ടെയ്ൻമെന്റ് യൂണിറ്റ് എന്റെ കയ്യിലാകാൻ പോവുകയല്ലേ, പിന്നെന്തിനാക്രമിക്കണം? ഈ ജങ്കിയാടിലല്ലേ നിന്റെ കിടപ്പ്, അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഒന്ന് മിണ്ടാതിരിക്കടാ കിളവ. ഒരു പഴഞ്ചൊല്ലുണ്ട്, കേട്ടിട്ടുണ്ടോ? വല്ലഭന് പുല്ലും ആയുധമാണെന്ന്. ഞാനിവിടെ പഠിപ്പിക്കാൻ വന്നൊന്നും അല്ല. ജൂലി ഇതിലേക്ക് കൊണ്ടുവരാൻ ഒരിക്കലും പാടില്ല. താമസിച്ചു പോയി. അവളാണ് എന്റെ തുറപ്പച്ചിട്ട്. 3 മണിക്ക് ഞാൻ അവളെ കാണും. കഴിഞ്ഞില്ല, ഇനിയും കുറച്ചും കൂടിയുണ്ട്. ചീഭൂതങ്ങൾ എന്റെ കയ്യിലായി കഴിഞ്ഞാൽ പിന്നെയല്ലേ പൂരം. തീം പാർക്കിൽ പോയാൽ വളരെ രസമാണ്, പക്ഷെ നിന്റെ മനസ്സിലുള്ളത് ശരിയാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. എന്താ ശരിയല്ലേ പറഞ്ഞത്? ചെറിയ കുട്ടികളെ പോലെ സംസാരിക്കുന്നത് മതിയാക്ക് ചാൻ. ഓ, നിന്റെ ഈ ലോകത്ത് ജീവിക്കാൻ എനിക്ക് ഒരു രസവുമില്ല. കാരണം എന്താണെന്നറിയാമോ? എല്ലാ പിശാചുക്കളെയും അടക്കി വെച്ചിരിക്കുകയല്ലേ. നിങ്ങൾ ആരെയും പേടിക്കാതെ വിലസുകയല്ലേ. ഇത് ശരിയാണോ? ഒരിക്കലുമല്ല. ഈ ഭൂമി വേറൊരു അധികാരത്തിന് കീഴിലാവാൻ പോകുന്നു. എന്റെ ആദ്യത്തെ ജോലി ഈ ഭൂമിയെ തലകീഴായി മാറ്റുകയാണ്. ഈ ഭൂമിയിലെ ജനങ്ങളെല്ലാം ഈ ഡ്രാഗോ ചരട് വലിക്കുമ്പോൾ അതിനനുസരിച്ച് തുള്ളാൻ പോവുകയാണ്. എത്രയും പെട്ടെന്ന് മനുഷ്യർ തളരും, ഭൂതഗണങ്ങൾ വളരും. നോക്കിക്കോ, അതിൽ ഞാൻ അഭിമാനിക്കും. അല്ല, നിങ്ങളുടെ അഭിപ്രായമൊന്നും പറഞ്ഞില്ലല്ലോ. പൈശാചിക ശക്തി ഒരിക്കലും വിജയിക്കില്ല. ഓ, അങ്ങനെയാണോ? എന്തുകൊണ്ടാ കിളവ? കാരണം എന്താന്ന് വെച്ചാൽ ഞങ്ങൾ നിങ്ങളെ തടയാൻ പോകുന്നു. പിടിച്ചോ ജാക്കി, ജാക്കി, ആ ചങ്ങലയ്ക്ക് കുറച്ച് എണ്ണ ഇട്ട് കൊടുത്താൽ നന്നായിരിക്കും. ബുദ്ധി ആദ്യം ഉപയോഗിക്കുന്നവനാണ് എപ്പോഴും ജയിക്കാറുള്ളത്, അറിയാമോ? അതെയോ? ബുദ്ധിയല്ല ഇവിടെ പ്രധാനം, ശക്തിയാണ് വലുത്. ഇന്നാ എങ്ങോട്ടാ പോകുന്നേ? സംഗതി പാളി. പുതിയ ജയിൽ എങ്ങനെയുണ്ട്? ഇവിടെ അടുത്ത് തന്നെ ഉണ്ടാവണോ എന്ന് ഞാൻ പറഞ്ഞതല്ലേ. അവരിപ്പോ രക്ഷപ്പെട്ടേനെ. അല്ല ബോസ്, ഞങ്ങളത് കണ്ടു, അതുകൊണ്ടാ സഹായത്തിന് വന്നത്. നീ പറഞ്ഞ വിധം എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇനി നീയല്ല ഞങ്ങളുടെ ബോസ്. നിന്നേക്കാളും ശക്തി ഞങ്ങൾക്കുമുണ്ട്. നീ വട്ടപൂജ്യമാ. ഓ, അങ്ങനെയാണോ? അതാണ് നിന്റെ ഈ മാറ്റത്തിന് കാരണം അല്ലേ? ദ്രോഹികൾക്ക് ഞാൻ ഒരിക്കലും മാപ്പ് കൊടുക്കാറില്ല. ഓ, റെഡിയായി. അല്ല, എന്റെ ചായ. ഇത് കുടിച്ചാൽ ബുദ്ധി പ്രവർത്തിക്കും. ഞാൻ മന്ത്രമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചായ കുടിച്ചോണ്ടിരുന്ന സമയം പോകുന്നുണ്ട്. റെഡിയായോ? ഇല്ല, ഇപ്പൊ തന്നെ റെഡിയാവും. റെഡിയാണോ? ഇനിയുമായിട്ടില്ല. ഇപ്പോഴോ? അതെ. അതെയോ? പക്ഷേ ആയിട്ടില്ല. ആയില്ലേ? ഈ മന്ത്രം പ്രവർത്തിക്കുമെന്ന് തോന്നുന്നു, പക്ഷേ പ്രധാനപ്പെട്ട ഒരു ചേരുവ കിട്ടിയില്ല. എന്താന്ന് പറയേ, ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാം. എനിക്ക് വേണ്ടത് ഡ്രാഗോയുടെ എസൻസ് ആണ്. അവന്റെ ശരീരത്തിലുള്ള എന്തെങ്കിലും ഒന്ന്, തലമുടിയോ നഖമോ എന്തായാലും മതി. DNA സാമ്പിൾ പോലെയാണോ പറഞ്ഞത്? അതെ, ഞാൻ തോറ്റിരിക്കുക. ബന്ധുക്കൾ തമ്മിൽ DNA ഷെയർ ചെയ്യുമെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡ്രാഗയുടെ കുടുംബത്തിൽ നിന്ന് എന്തെങ്കിലും മതിയാവുമോ? ഒരുപക്ഷെ അതുകൊണ്ട് ഷിൻഡോ. ഓ, ഡ്രാഗയുടെ അച്ഛനല്ലേ? അയാൾ സെക്ഷൻ 13 തടവിലല്ലേ? കണ്ടെയ്ൻമെന്റ് യൂണിറ്റിന്റെ തൊട്ടടുത്ത്. അയാളെ ഒരു കല്ലിനകത്താക്കിയിരിക്കുകയാണ്. അങ്ങനെയാണല്ലേ? എന്നാ നിനക്ക് ലക്ക് ഉണ്ടോന്ന് നമുക്ക് നോക്കാം. എന്റെ ഒപ്പം വാ.